ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ബ്ലോക്ക് 3 സ്റ്റാർട്ട് ചെയ്യാനാണ്. യാത്രാ വിവരണം നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 യാത്രാ വിവരണങ്ങളാണ് ബ്ലോക്ക് 3യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ യൂണിറ്റ് 1 വി മുസാഫർ മുഹമ്മദിൻ്റെ നിലാവ് കോരി കുടിച്ച കള്ളിമുൾ ചെടികൾ, മരുഭൂമിയുടെ ആത്മകഥ എന്ന ഒരു ആത്മകഥാ കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. അപ്പം നമുക്ക് ഇതെന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം വി മുസാഫർ മുഹമ്മദിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. വി മുസാഫർ മുഹമ്മദ് 1968 ജനനം. അദ്ദേഹം 13 വർഷത്തിലേറെ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിലെ യാത്രാനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഭൂരിഭാഗവും. അദ്ദേഹം സമകാല മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ സഞ്ചാര സാഹിത്യകാരനും പത്രപ്രവർത്തകനുമാണ്. നിരവധി പ്രശസ്ത താരവുമായി അഭിമുഖം നടത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരുഭൂമിയുടെ ആത്മകഥ എന്ന സഞ്ചാര സാഹിത്യ കൃതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ യാത്രാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും. ഈ കൃതിക്ക് 2010 മികച്ച സഞ്ചാര സാഹിത്യ കൃതിക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇതിൻ്റെ തുടർച്ചയാണ് മരുമരങ്ങൾ എന്ന കൃതി. 6 വർഷം മാധ്യമം ദിനപത്രത്തിൽ ജോലി ചെയ്തു. ജിദ്ദയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന മലയാളം ന്യൂസ് ദിനപത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു അദ്ദേഹം. കേവലം വിവരങ്ങൾ നൽകുന്നതിലുപരി അങ്ങേയറ്റം കാവ്യാത്മകമായ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ യാത്രാ വിവരണങ്ങൾ എഴുതുന്നത്. മരുഭൂമിയുടെ ആത്മാവ് തൊട്ടറിയുന്ന രചനാശൈലി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ മരുഭൂമിയുടെ ആത്മകഥ, മരുമരങ്ങൾ, വേലിക്കും വിളവിനും, അത് കവിതകളാണ്. മുറിവുകളുടെ പെണ്ണിന്, പാലസ്തീൻ ഇറാഖ് പെൺ കവിതകൾ, അതൊരു വിവർത്തനമാണ്. ഏകാന്തരയിലെ പാട്ടുപാലങ്ങൾ, ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. നമുക്കിതിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് നോക്കാം. ഈ യാത്രാ വിവരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പാഠഭാഗം വി മുസാഫർ അഹമ്മദിൻ്റെ മരുഭൂമിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ്. മരുഭൂമിയുടെ നിഗൂഢതകളും ഭംഗിയും സാംസ്കാരിക പശ്ചാത്തലവും ഈ പാഠത്തിലൂടെ അദ്ദേഹം വിവരിക്കുന്നു. ഇതിൻ്റെ പ്രധാന ആശയങ്ങൾ നമുക്ക് ആദ്യം മുതൽ നോക്കാം. നിലാവുള്ള മരുഭൂമി. മരുഭൂമിയിൽ നിലാവുദിക്കുമ്പോൾ മണൽത്തരികൾ വെള്ളിയും സ്വർണവും പോലെ തിളങ്ങുന്നു. ഈ കാഴ്ചയെ എഴുത്തുകാരൻ മരുക്കടൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രാത്രി മുഴുവൻ കള്ളിമുൾ ചെടികൾ നിലാവ് കോരി കുടിക്കുകയാണെന്നും പകൽ സൂര്യതാപത്തിൽ അത് വിയർപ്പായി പുറത്തുവിടുന്നു എന്നും അദ്ദേഹം സങ്കല്പിക്കുന്നു. ഇനി മരുഭൂമിയിലെ അസ്തമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ ഒരു പാരയിലാണ് പറയുന്നത്. റിയാദിൽ നിന്ന് ദമാമിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിലെ അസ്തമയ കാഴ്ച അവിസ്മരണീയമാണ്. ഒരു കൗമാരക്കാരി ആട്ടിൻപറ്റത്തെ തെളിച്ചുകൊണ്ട് പോകുന്നത് ഒരു എണ്ണച്ചായ ചിത്രം പോലെ അനുഭവപ്പെടുന്നു. മരുഭൂമിയിലെ സൂര്യൻ അപ്രത്യക്ഷമായാണ് അസ്തമിക്കുന്നത്. ഇനി പറയുന്നത് ഫോസിലുകളെ കുറിച്ചിട്ടാണ്. അടയാളങ്ങളും ഫോസിലുകളും കുറിച്ചിട്ടാണ്. ഈ ഒരു പാരയിലാണത് പറയുന്നത്. കാൽപ്പാടുകളും മണലിലെ അടയാളങ്ങളും മരുഭൂമിയിലെ വഴികാട്ടികളാണ്. ചിലയിടങ്ങളിൽ കാണപ്പെടുന്ന ഫോസിലുകൾ മരുഭൂമിയുടെ കോടിക്കണക്കിന് വർഷം മുമ്പുള്ള ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഇനി നഷ്ടപ്പെട്ട നദികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതും ഈ പാരയിൽ തന്നെയാണ് പറയുന്നത്. ഓക്കെ, മുമ്പ് പുഴകളും സമൃദ്ധമായ കൃഷിയും ഉണ്ടായിരുന്ന പല മരുഭൂമി ഗ്രാമങ്ങളും ഇന്ന് വറ്റി വരണ്ടു പോയിരിക്കുന്നു. റഖ്ബ എന്ന ഗ്രാമത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ഖൽമൂൻ ഹിസാൻ, കുവൈറ അൽ സൈദ് എന്നീ പുഴകളെക്കുറിച്ച് അദ്ദേഹം വേദനയോടെ ഓർക്കുന്നു. അപ്പം കശ്മൂർ ഹിസാൻ എന്ന് പറഞ്ഞാൽ കുതിരമൂക്കുപുഴ എന്നാണ് അർത്ഥം. കുവൈറ അൽ സൈദ എന്ന് പറഞ്ഞാൽ പാതി തണുപ്പുള്ള വെള്ളമുള്ള വെളുത്ത പുഴ എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നദികളാണ്. അവയൊക്കെ വറ്റി വരണ്ട് പോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അന്നുള്ള കവികളൊക്കെ ഈ പുഴകളെക്കുറിച്ച് വർണ്ണിച്ച് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്നത് അപ്രത്യക്ഷമായിരിക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ വിശകലനം ആണ് ഞാൻ പറയുന്നത്. സഞ്ചാര സാഹിത്യം വെറും വിനോദമല്ലെന്നും അതൊരു ദേശത്തിൻ്റെ സംസ്കാരത്തിലേക്കും ചരിത്രത്തിലേക്കുമുള്ള യാത്രയാണെന്നും ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നു.
എഴുത്തുകാരൻ്റെ ദാർശനികമായ കാഴ്ചപ്പാടും കാവ്യാത്മകമായ ഭാഷയും മരുഭൂമിയെ ഒരു സചേതനമായ വസ്തുവായി നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു. ഇനി ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങളെക്കുറിച്ച്, അതായത് മരുഭൂമിയിലുണ്ടാകുന്ന ഭൂപ്രകൃതിയിലുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ കാവ്യാത്മകമായി പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. കാഴ്ചയിലെ വൈവിധ്യങ്ങളാണ് ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത്, ദൃശ്യപരമായ മാറ്റങ്ങൾ. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മരുഭൂമിയിലെ പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം മനോഹരമായി വിവരിക്കുന്നുണ്ട്. വെള്ളിത്തിളക്കം. പകൽ കത്തുന്ന സൂര്യതാപത്തിൽ കിടക്കുന്ന മണൽത്തിരികൾ രാത്രിയിലെ നിലാവിൽ വെള്ളി പതഞ്ഞൊഴുകുന്ന മരുക്കടൽ പോലെ മാറുന്നു. അസ്തമയ സമയത്ത് മണൽപ്പരപ്പിൽ വീഴുന്ന നീളൻ നിഴലുകൾ വലിയ പതാകകൾ പോലെയാണെന്ന് അദ്ദേഹം സങ്കല്പിക്കുന്നു. ആടുകളെയും ഒട്ടകങ്ങളെയും തെളിച്ചു പോകുന്നവരുടെ നിഴലുകൾ മണലിൽ മായക്കാഴ്ചകൾ തീർക്കുന്നു. പ്രകൃതിദത്തമായ മാറ്റങ്ങൾ, ജലസ്രോതസ്സുകളുടെ തിരോധനം, അത് എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അതായത് മരുഭൂമിയുടെ ഭൂതകാലവും വർത്തമാനവും തമ്മിലുള്ള വലിയ മാറ്റമാണിത്. നഷ്ടപ്പെട്ട പുഴകൾ. ഒരു കാലത്ത് സമൃദ്ധമായി ഒഴുകിയിരുന്ന പുഴകൾ 30 വർഷത്തിനുള്ളിൽ എങ്ങനെ അപ്രത്യക്ഷമായി എന്ന് അദ്ദേഹം രഖ്ബ എന്ന ഗ്രാമത്തെ ഉദാഹരണമാക്കി പറയുന്നു. പേരുകൾ മാത്രം ബാക്കിയാക്കി നഷ്ടപ്പെട്ട നദികളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. കൽമുൽ ഹിസാൻ, കുതിരമുഖം പുഴ, ഖുവൈറ അൽ സൈദ, പാതി തണുപ്പുള്ള വെള്ളമുള്ള പുഴ എന്നിങ്ങനെ മനോഹരമായ പേരുകളുള്ള പുഴകൾ ഇന്ന് മണലടിഞ്ഞ് ഇല്ലാതാക്കിയിരിക്കുന്നു. പ്രകൃതിയുടെ ഈ മാറ്റം മരുഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇനി ചരിത്രപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു മാറ്റങ്ങളായിട്ടാണ് ലേഖകൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇത് ഓരോരോ മാറ്റങ്ങളായിട്ട് അടിസ്ഥാനപ്പെടുത്തി ലേഖകൻ പറയുന്നതാണ് ഞാൻ പറയുന്നത്. ഇനി ഫോസിലുകൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. മരുഭൂമിയിൽ ഇന്നും നിലനിൽക്കുന്ന അടയാളങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ജീവൻ നിലനിന്ന കാലം. മണലിൽ പൂണ്ടുപോയ ഫോസിലുകൾ കാണുമ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സസ്യങ്ങളും ജീവജാലങ്ങളും ജലവും ഉണ്ടായിരുന്നു എന്ന സത്യം വെളിപ്പെടുന്നു. മായുന്ന അടയാളങ്ങൾ. മണലിലെ കാൽപ്പാടുകൾ കാറ്റിൽ പെട്ടെന്ന് മാഞ്ഞു പോകുമെങ്കിലും ഈ ഫോസിലുകൾ മരുഭൂമിയുടെ മായാത്ത ചരിത്രരേഖയായി നിലകൊള്ളുന്നു. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ, നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഒരു അവലോകനം എന്താണെന്നുള്ളത് നോക്കാം. മരുഭൂമി എന്നത് നിശ്ചലമായ ഒന്നല്ല. അത് രാത്രിയിൽ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന കടലായും പകൽ കത്തുന്ന തീയായും കാലക്രമത്തിൽ പുഴകൾ നഷ്ടപ്പെട്ട വരണ്ട ഭൂമിയായും മാറിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളങ്ങൾ ഇത്തരം മാറ്റങ്ങളിലൂടെ എഴുത്തുകാരൻ വരച്ചു കാട്ടുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ പാഠഭാഗം. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യുക, വീഡിയോ റിവൈൻഡ് അടിച്ച് ഒന്നുകൂടെ കാണുക. അപ്പം ഈ പറയുന്നത് ഒന്നുകൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് കയറും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുക. ടെക്സ്റ്റിലുള്ള നല്ല രീതിയിൽ വായിച്ച് റീക്യാപ്പും അതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ റെഫർ ചെയ്യുക. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് വളരെ പരിമിതമായ ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാമൊക്കെ എഴുതണം. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത നമുക്ക് യാത്രാവിവരണമായിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.